യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും ഒരു പ്രാവശ്യം കൂടെ മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക സന്ദേശങ്ങൾ നമുക്ക് ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. പ്രത്യേകിച്ച് റോമലേഖനം 8-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യം, അവൻ മുന്നറിഞ്ഞവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചവരെ തിരസ്കരിച്ചു വിരിക്കുന്നു എന്നുള്ള ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില ആത്മീക ചിന്തകളാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. മുന്നറിഞ്ഞവരായ ആളുകളെ അവൻ വിളിക്കുന്നു, സുവിശേഷത്താൽ അവൻ വിളിക്കുന്നു. എന്നാൽ ഈ വിളിയുടെ പ്രധാനപ്പെട്ട ചില സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ ഈ വിളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ദൈവം എന്തിനാണ് നമ്മളെ വിളിച്ചത്, എവിടേക്കാണ് വിളിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നത്. അതിൽ തന്നെ നമ്മൾ എന്തിനായി ദൈവം നമ്മെ വിളിക്കുന്നു എന്നുള്ളതിന് വിവിധ ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ദൈവം നമ്മെ വിളിച്ചത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. അതായത് പാപത്താൽ അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ സ്വാതന്ത്ര്യമാക്കിയിട്ട് ദൈവം അവരിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ദൈവം നിർവഹിക്കുന്നതെന്ന് നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. കർത്താവ് യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഒരു ആത്മീക മനുഷ്യൻ എപ്രകാരം ഈ ഭൂമിയിലായിരിക്കണമെന്നുള്ള വളരെ വ്യക്തമായ മാതൃക തൻ്റെ ജീവിതത്തിലൂടെ കർത്താവ് യേശുക്രിസ്തു വെളിപ്പെടുത്തുവാനിടയായി തീർന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്നുള്ളതായ കാര്യം. അത് ദൈവം നമുക്ക് തരുന്ന സ്വാതന്ത്ര്യത്തിലൂടെയാണ് നമ്മൾ ശുശ്രൂഷിക്കുന്നത്. ദൈവം അപ്രകാരം നമുക്ക് സ്വാതന്ത്ര്യം നൽകി കഴിയുമ്പോൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ള ആ ദൈവിക കൃപാവരങ്ങളാൽ ദൈവം നമ്മെ നിറയ്ക്കുവാനിടയായിത്തീരും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ദൈവം നമ്മെ വിളിച്ചത് ഏക ശരീരമായിട്ട് നമ്മെ വിളിച്ചു. ഒരുപക്ഷെ അല്പം പ്രയാസമുള്ള ഒരു വിഷയമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്നാൽ തിരുവചനം അറിയാവുന്ന ആളുകൾക്ക് വളരെ വേഗം തന്നെ ഇത് ഗ്രഹിക്കുവാനും സാധിക്കും. അതിനുവേണ്ടി നമുക്ക് കൊലോസ്യർ ലേഖനം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ, അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്, നന്ദിയുള്ളവരായും ഇരിപ്പി. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് നൽകുന്നതായ ഒരു ആശംസ എന്നോണം നമുക്ക് ഈ ഭാഗത്തെ കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇതിനു വേണ്ടിയിട്ടാണ് ദൈവം നിങ്ങളെ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സമാധാനം എന്ന് ഇവിടെ പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ഉള്ളതായ സമാധാനം മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിനുള്ളതായ സമാധാനം. ആ സമാധാനത്തിൽ വളരെ വ്യക്തമായൊരു കാര്യം പറയുന്നു, ദൈവം നിങ്ങളെ ഏക ശരീരമായി വിളിച്ചത് അതിനുവേണ്ടിയാണ്. പലരായ നമ്മൾ എല്ലാവരും ഒരു ശരീരം പോലെ. ഇവിടെ ഈ ശരീരം എന്നുള്ള ആ വാക്കിന് വലിയൊരു അർത്ഥം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. പൊളൈൻ ആന്ത്രോപോളജി അല്ലെങ്കിൽ പൗലോസിന്റെ നരവംശ ശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്നതായ ചില ചിന്തകളാണ് നമുക്ക് ഈ ഭാഗത്തും അതുപോലെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും കാണുവാൻ സാധിക്കുന്നത്. അവിടെ പൗലോസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീക തത്വം, ആത്മീക ചിന്ത വിശദീകരിക്കാൻ വേണ്ടി താൻ ശരീരത്തെ ഒരു ഉദാഹരണമായി എടുക്കുകയാണ്. നമ്മൾ അതുകൊണ്ട് തന്നെ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് ഒന്ന് കടന്നു വരികയാണ്. 12-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവും ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തു. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ശരീരം ഒരു അവയവമല്ല, പലതത്രേ. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവസഭയാകുന്ന ശരീരം. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടായ്മയെ കുറിച്ച്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കൂട്ടായ്മയിലേക്കാണ്. അപ്പോൾ ഈ കൂട്ടായ്മയിലാണ് ഒരു വ്യക്തി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഒരിക്കലും തനിച്ചുള്ള ഒരു ക്രിസ്തീയ ജീവിതത്തെ കുറിച്ചല്ല വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. കൂട്ടായ്മയോടുകൂടിയുള്ള ജീവിതം, അത് സഭ എന്നുള്ള ആശയത്തിലാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പൗലോസിന്റെ ആ ആന്ത്രോപോളജിയിൽ പൗലോസ് ശരീരത്തെക്കുറിച്ച് പറയുന്നു. 2 രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത് തലയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്.
രണ്ടാമത് ശരീരത്തെക്കുറിച്ച്. നമ്മുടെ ശരീരത്തിൽ പല അവയവങ്ങളാണ്. ഈ പല അവയവങ്ങൾ എല്ലാം ചേർന്നാണ് ഒരു ശരീരം എന്ന് നമ്മൾ പറയുന്നത്. ഈ അവയവങ്ങളെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. പല അവയവങ്ങളാണെങ്കിലും ഇവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ പലതാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ്? ശരീരത്തിന് വേണ്ടിയാണ് ആ ഉത്തരവാദിത്തങ്ങളെ ഈ അവയവങ്ങൾ നിർവഹിക്കുന്നത്. എന്ന് പറയുന്ന പോലെ ഒരുവൻ ദൈവത്താൽ വിളിക്കപ്പെട്ട് അവനൊരു കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ സഭയിലേക്ക് താൻ കടന്നു വരുമ്പോൾ, താനും ശരീരത്തിലെ പല അവയവങ്ങൾ പോലെ തന്നെ സഭയിലും ഒരു അവയവമായി താൻ മാറുക. ശരീരത്തിലെ അവയവങ്ങളുടെ പ്രവൃത്തികൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കണ്ണിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് കാണുക എന്നുള്ളതാണല്ലോ. അതേപോലെ തന്നെ കൈകൾ, അതിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണല്ലോ. കാലുകൾ മൂവ്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ചെവി കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അങ്ങനെ ഓരോ അവയവങ്ങൾക്കും അതതിന്റെ പ്രവൃത്തികൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് പറയുന്ന പോലെ ദൈവം നമ്മെ വെറുതെ ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയല്ല, വെറുതെ ദൈവം വിളിക്കുകയല്ല. മറിച്ച് നമ്മളെ എല്ലാവരും ദൈവം ഓരോ പ്രയോജനങ്ങൾക്ക് വേണ്ടിയാണ് വിളിക്കുന്നത്. എന്ന് മാത്രമല്ല, ദൈവം അതിനുള്ളതായ കഴിവ്, താലന്ത്, അതിനുള്ളതായ പ്രാപ്തി ദൈവം നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു കൂട്ടായ്മയിലേക്ക് അല്ലെങ്കിൽ ഒരു സഭയിലേക്ക് ദൈവത്താൽ വിളിച്ച് വേർതിരിക്കപ്പെട്ട് ദൈവം കൊണ്ടുവന്നെങ്കിൽ, നമ്മൾ എപ്പോഴും ദൈവം നമുക്ക് തന്നതായ ആ വിളിയെ അല്ലെങ്കിൽ ആ ഉദ്ദേശത്തെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, അഭിനന്ദിക്കേണ്ടത്, അതിനെ വിലയുള്ളതായി കാണേണ്ടതിന്, മൂല്യമുള്ളതായി കാണേണ്ടത് വളരെ ആവശ്യമാണ്. 1 കൊരിന്ത്യർ 12-15 അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ കൈയല്ലായികൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് കാൽ പറയുന്നുവെങ്കിൽ അതിനാൽ അത് ശരീരത്തിനുള്ളതല്ല എന്ന് വരികയില്ല. ഞാൻ കണ്ണ് അല്ലായികൊണ്ട് ശരീരത്തിലുള്ളതല്ല എന്ന് ചെവി പറയുന്നെങ്കിൽ അതിനാൽ അത് ശരീരത്തിലുള്ളതല്ല എന്നും വരികയില്ല. ശരീരം മുഴുവനും കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തന്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വെച്ചിരിക്കുന്നു. സകലവും ഒരു അവയവമെങ്കിൽ ശരീരം എവിടെ? എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്നു തന്നെ. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു ശരീരമായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ ഓരോ അവയവത്തിനും വ്യത്യസ്തമായ പ്രവർത്തന രീതികൾ ഉള്ളതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തന രീതികളുണ്ട്. പക്ഷെ അവയെല്ലാം തന്നെ ശരീരത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി, സഭയുടെ പ്രയോജനത്തിന് വേണ്ടിയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരാൾ പോലും ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഒരു സഭയിൽ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടാകാം. കർത്താവ് യേശുക്രിസ്തുവിന്റെ വിളി കേട്ട് നിങ്ങൾ കടന്നു വന്ന ഒരു വ്യക്തിയായിരിക്കാം. പക്ഷെ പലപ്പോഴും നമ്മളിൽ ഉള്ളതായ ഒരു ജഡീക ചിന്ത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റുള്ളവർ ചെയ്യുന്നതുപോലെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവസരമുള്ളതുപോലെ എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതായ ചിന്ത നമ്മുടെ ഉള്ളിൽ കടന്നു വരാം. പക്ഷെ ദൈവം നമ്മോട് പറയുന്നു, നമുക്ക് വ്യക്തമായ ഒരു വിളിയുണ്ട്. ആ വിളിക്കകത്ത് സകലതുമുണ്ട്. ആ വിളിയിലൂടെയാണ് നമ്മൾ ഒരു സഭയിൽ പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ പ്രയോജനപ്പെടുന്നത്. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരാളെ പോലും ദൈവം വെറുതെ വിളിച്ചിട്ടില്ല. എല്ലാവരും ദൈവം വിളിച്ചത് വിത്ത് എ പർപ്പസ്, ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം വിളിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിൽ നമ്മൾ കണ്ടത്, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. അപ്പോൾ ദൈവത്തിന്റെ ആ നന്മകൾ നമ്മുടെ ഹൃദയങ്ങളിൽ വാഴണമെങ്കിൽ നാം ഏക ശരീരമായി വിളിക്കപ്പെട്ടു, അങ്ങനെ തന്നെ നാം ആയിരിക്കണം. ഇവിടെ സംസാരിക്കുന്നത് ഐക്യതയെക്കുറിച്ചാണ്. നമ്മൾ വിളിക്കപ്പെട്ടത് ഐക്യമായിരിക്കുവാൻ. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണുന്നത് സഭയുടെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന. സഭയിൽ ചിലരുടെ പ്രാർത്ഥന എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മറിച്ച് സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ നിന്നും വിടുവിക്കുവാൻ സഭയുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടായിരുന്നു. കാരണം അവർ ഏക ശരീരത്തോടു കൂടി ഇരുന്നു, ഏക മനസ്സോടുകൂടി ഇരുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവം അവർക്ക് സമാധാനം കൊടുക്കുവാനിടയായി തീർന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. ദൈവം നമ്മെ ഏൽപ്പിച്ച പ്രാപ്തികൾ വ്യത്യസ്തമാകാം. പക്ഷെ ദൈവത്തിന് മുമ്പാകെ നമ്മൾ അവയ്ക്കെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നാം പ്രയോജനപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ ഒരു അനുഗ്രഹമാക്കുവാൻ ഇടയായി തീരും. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ,
ദൈവം നമ്മെ വിളിച്ചത് ഏക ശരീരമാകുമാറാണ് വിളിച്ചത്. നാം എല്ലാവരും ഒരേ ആശയമുള്ളവരായി തീരുവാൻ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഒരേ വിശ്വാസമാണ്, ഒരേ പുസ്തകമാണ്, അതുപോലെ തന്നെയാണ് ഒരേ ആത്മാവാണ്. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഒരു ശരീരമായിരിക്കുന്നത്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ ആരെങ്കിലും ഈ ശരീരമാകുന്ന സഭയുടെ അംഗങ്ങളായി മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഒരു അവയവമായി മാറിയിട്ടില്ലെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള ഒരവസരം ദൈവം ഈ വചനത്തിലൂടെ നമുക്ക് നൽകുക. ഓരോ ദിവസവും നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ആ വചനത്തിന് മുമ്പാകെ നമ്മൾ അപ്പോൾ തന്നെ തീരുമാനമെടുത്താൽ അത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ പോലെ പറവകൾ വന്ന് കൊത്തി തിന്നുകൊണ്ട് പോകും. പിന്നീട് നമ്മൾ ഈ വചനം അനുസരിച്ചാൽ പോലും നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേട്ട് ജീവിതത്തിൽ തീരുമാനമെടുക്കുവാൻ ഞാൻ നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇത് ഞങ്ങൾ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. ഞങ്ങൾ ഏക ശരീരമാകുമാറ് വിളിക്കപ്പെട്ടു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്തു എന്ന തല, സഭ എന്ന ശരീരമായി ഞങ്ങൾ ആ സഭയാകുന്ന ശരീരത്തിൽ വിവിധ അവയവങ്ങളെന്ന പോലെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നവർ ആയിത്തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇനി വചനം കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.